ഈ തെരഞ്ഞെടുപ്പ് വളരെ സന്തോഷല്ലേ, അതിയായ സന്തോഷത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇനി പറ, ഞാൻ കേക്കട്ടെ. എന്തുകൊണ്ടാണ് അത്രയ്ക്ക് സന്തോഷം? ഈ പിണറായിനെ എത്രയും വേഗം കടലിൽ ചാടിക്കണം എന്നുള്ള സന്തോഷമാണ്. പെൻഷൻ കിട്ടണ്ടേ? പെൻഷൻ അയാൾ പോയിട്ട് കിട്ടിയാലും മതി, അയാളുടെ ഇല്ലായ്മയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയാലും മതി. ഏറ്റവും വലിയ വിഷയം അയാളാ. ജനങ്ങളുടെ കാശായി, ജനങ്ങളുണ്ടാക്കുന്ന കാശായി നികുതി പണം. ആ പണത്തിൽ ഓഹരി മതി ഞങ്ങൾക്ക്. ഇവർക്ക് ഈ ആണ്ടുകൊല്ലോ ഈ മന്ത്രിമാർക്ക് 3-4 ലക്ഷം ശമ്പളം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു 10,000 ആക്കിയാൽ കുഴപ്പം. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം നല്ല സമരം നടത്താനാ പ്ലാൻ. ഈ വഴിയിൽ പിണറായി ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അതായത് 1600 രൂപ പെൻഷൻ ഈ സർക്കാർ തരുന്നില്ലെങ്കിലും സുരേഷ് ഗോപി തന്നുകൊണ്ടിരിക്കുന്നു. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. അവർ നികുതി പണം എടുത്തോണ്ട് ലോകായ ലോകം 7ാം കടലിൽ അക്കരെല്ലാം കറങ്ങി അടിച്ച് ഉണ്ടായിന് ഈ വീണ ജോർജിന് കൺമഷിയും മേടിച്ചു കൊടുത്തു കൊണ്ടാടുന്നല്ലോ. അല്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാണ്ട് ഞങ്ങളുടെ പിള്ളേർക്ക് പടികൊടുത്തി പണം, എൻ്റെ കൊച്ചങ്ങളുടെ തുണി അഴിച്ചെടുക്കൽ, അങ്ങനെ കുത്തിക്കൊല്ലത്, അതൊക്കെ ഞങ്ങൾക്ക് വലിയ വിഷയങ്ങളാണ്. 5-6 വയസ്സായ കൊച്ചകളെ പീഡിപ്പിച്ച് വരിക, അതൊക്കെ ഇതിൽ പെൻഷനേക്കഞ്ഞും വലിയ കാര്യമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ അസപ്പൈക്കാർ കന്യമാസി കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ താറാവിനെ ഇറക്കുന്ന മാതിരിയാണ്. പിണറായി ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങുവാണ് താറാവിൻ്റെ തൊട്ട് പുഞ്ചക്കണ്ടത്തിലേക്ക് എന്ന് പറഞ്ഞാണ് ഇറങ്ങി ഉള്ള പിള്ളേരെ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ അടിച്ച് പൂച്ചാട്ടിക്കും അല്ലാത്തവനൊക്കെ കാണുന്ന പട്ടിയും പൂച്ചയും എല്ലാവരെയും അടിച്ചു. അത് ശരിയാണോ? അത് ശരിയാണോ? ഈ മറിയക്കുട്ടി അമ്മയ്ക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ട്, 2 വീടുണ്ട്. അതിലൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിന് 5000 രൂപ കിട്ടും. ഒരു മകൾ വിദേശത്താണ്. ഇങ്ങനെയൊക്കെ വാർത്ത ഉണ്ടായിരുന്നല്ലോ, ദേശാഭിമാനി പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. സഖാക്കൾ എല്ലായിടത്തും അത് പ്രചരിപ്പിച്ചതാണ്. ആ വീടും സ്ഥലവും വിദേശത്തെ മക്കളെയൊക്കെ അവർ കണ്ടെത്തി തന്നോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.